ഇന്നിപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് ട്ടോ. ഇന്നലെ നമ്മൾ കിച്ചൺ വരെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ഹാള് നമ്മൾ സോഫയൊക്കെ മാറ്റിയിട്ട് അടിയൊക്കെ നന്നായിട്ട് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് അടിയിൽ കച്ചറുണ്ടായിരുന്നു. നമ്മൾ ഡെയിലി എത്ര അടിച്ചു പോയിട്ടുണ്ടെങ്കിലും ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ അടിയിൽ കൂടെ ഇട്ടിട്ടുണ്ടാവും. നമ്മൾ അടിച്ചു വരുമ്പോൾ കിട്ടാതെ കിടക്കുന്ന എന്തെങ്കിലും പേപ്പറോ അതുപോലെ ടോയ്സൊക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് അടിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ സോഫയൊക്കെ മാറ്റി അടിയൊക്കെ മൊത്തത്തിൽ അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിതാ സോഫ അതാത് സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ നമ്മളിത് സോഫയൊക്കെ മാറ്റി ഇവിടെ വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഹാള മുതൽ അടിച്ചുവരി പോകട്ടോ. ആ ടൈമിൽ നമ്മൾ നേരത്തെ അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തിക്കണം നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മളിതാ ചോറൊക്കെ വെന്തിക്കണം നോക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. അപ്പോൾ തീ ചെറുതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ചോറ് നോക്കിയപ്പോൾ ഒന്നും കൂടി വേവാണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ ചോറൊക്കെ അവിടെ തന്നെ അടച്ചു വെച്ചിട്ട് നല്ലോണം തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ പോയിട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി കിടന്നിട്ട് ചോറൊക്കെ ഒന്ന് വേവട്ടെ. അപ്പോൾ ഒന്ന് ഉച്ചക്ക് സ്രാവ് കേട്ടോ നമുക്ക് ചോറിനുള്ളത്. അപ്പോൾ സ്രാവ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുറ്റൊന്ന് അടിച്ച് വരണം. അപ്പോൾ മഴ ആയതുകൊണ്ട് നല്ല പുല്ല് മുളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ മഴ ഇല്ലാത്ത ടൈമിലൊക്കെ ഒന്ന് അടിച്ചു വരാറുള്ളൂ കേട്ടോ. മഴയുള്ളപ്പോൾ അടിച്ചു വരാൻ പറ്റാറില്ല. അപ്പോൾ നമ്മളിതാ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇല്ല കേട്ടോ. അതുപോലെ പുല്ല് മുളച്ചിട്ട് ചില ഭാഗങ്ങൾക്ക് നല്ലോണം പുല്ല് മുളച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഞായറാഴ്ചയുള്ള ഒഴിവുള്ള ദിവസങ്ങളൊക്കെ ഒന്ന് പറിച്ച് ക്ലീൻ ആക്കി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല കുപ്പുള്ള ഭാഗത്തൊന്ന് അടിച്ച് വരിയിടുകയാണ്. അപ്പോൾ ഞാനങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇത് അനിയത്തി ഇതാ ഉള്ളൊക്കെ തുടക്കട്ടെ. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ തുടക്കണുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കണുണ്ടെങ്കിലും അടിച്ചു വരാന്നുണ്ടെങ്കിൽ കുട്ടികളത്തെ ഓരോ ആൾക്കാർ ഇരുത്താറുണ്ട്. അനിയത്തിയുടെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ എന്തെങ്കിലും തൊള്ളയിലൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവരെ കൂടെ നമ്മൾ ആരെങ്കിലും ഇരിക്കും. ഞാനത് തുടക്കൽ കഴിഞ്ഞ ശേഷം പിന്നെ ഉമ്മ പപ്പടം പൊരിക്കുന്നുണ്ട് കേട്ടോ. മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ അനിയത്തികളൊക്കെ പോവുകയാണ് കേട്ടോ അവരെ വീട്ടിലോട്ട്. ഇതിപ്പോൾ അനിയത്തികളൊക്കെ സ്കൂളിൽ അവിടെ എന്തോ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ലീവായിട്ട് വന്നതാണ് കേട്ടോ. അതിനിടയിൽ മഴയുടെ ലീവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ചധികം നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ നാളെ സ്കൂൾ തുറക്കുന്നുള്ളതിൽ അവരിന്ന് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ആ എണ്ണയിലിട്ട് തന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിട്ടിച്ച സ്രാവില്ലേ അത് കുറേ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ മാറ്റി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നേരെ ചട്ടിയിലോട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇന്ന് ഉച്ചക്ക് വലിയ സ്പെഷ്യലായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്രാവും പപ്പടമൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഉമ്മ നോക്കിക്കോളും. അപ്പോൾ സ്രാവ് അവിടെ ഫ്രൈ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. കുട്ടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഉച്ചയാകുമ്പോഴേക്കും ഫുഡ് കഴിക്കുന്ന ടൈമിലൊക്കെ കുട്ടികളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്ന് പിന്നെ ഫുഡ് കഴിച്ച് അങ്ങനെ പോവാട്ടോ ചെയ്യുക. അങ്ങനെ ഞങ്ങളൊക്കെ ഫ്രഷ് ആയി വന്നപ്പോഴേക്കും അനിയത്തി നേരെ താഴെ അനിയത്തി പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ അവളും കുട്ടികളത് ഇറങ്ങാണ്. അവൾക്ക് കുറച്ച് ദൂരം ആയതുകൊണ്ട് അവൾക്ക് ഈ ടൈമിൽ ബസ് ഉണ്ട്. ആ ടൈം നോക്കി ഇറങ്ങിയതാട്ടോ. അപ്പോൾ അവരിതാ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും കുട്ടികൾക്ക് ഭയങ്കര സങ്കടം കേട്ടോ. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്നാണ് പോകുമ്പോഴേ. അങ്ങനെ ആദ്യത്തെ അനിയത്തി വേഗം പോയിട്ടുണ്ട്. അപ്പോൾ അമ്മയായിട്ട് അവളെ കൊണ്ടാക്കാൻ പോയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വെച്ച ശേഷം പിന്നെ കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വൈകുന്നേരം ആയപ്പോഴേക്കും അമ്മ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് ചെറിയ അനിയത്തി വൈകിട്ട് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ അവളിത് ഇറങ്ങി കേട്ടോ. അവളെ പിന്നെ ഇപ്പയാണ് കൊണ്ടാക്കുന്നത്. അപ്പോൾ അവൾ റെഡി ആയിട്ട് ഇറങ്ങി. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ്ട് പോയപ്പോൾ കുട്ടികൾക്ക് ആകെ ഇടങ്ങാറായിട്ടോ. അപ്പോൾ എല്ലാവരും ഇത്ര ദിവസം ഒരുമിച്ചുണ്ടായതല്ലേ. അപ്പോൾ എൻ്റെ ചെറിയവൾക്ക് ഉറങ്ങി നീച്ചപ്പോൾ ഇവരോട് കളിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങനെ പോയപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഇപ്പം അമ്മ പറഞ്ഞു അവരൊന്ന് കടയിലൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. അപ്പോൾ ഒന്ന് ഓക്കെ ആവും പറഞ്ഞപ്പോൾ ഞാനിത് അവരെ കൊണ്ടൊന്ന് കടയിലോട്ട് പോകട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ കടയിൽ പോയപ്പോൾ കട അടച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ റോട്ടിലേക്ക് ഒരു കടയിൽ പോയപ്പോൾ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് കിൻഡർ ജോയൊക്കെ മേടിച്ചു കൊടുത്ത് ഒന്ന് ഓക്കെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അങ്ങനെ രണ്ടാളും കിൻഡർ ജോയൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ അവർ രണ്ടാളും ഓക്കെ ആയി. ഇനി വീട്ടിലെത്തിയിട്ട് അവർക്ക് ഒന്ന് വിളിക്കും. അപ്പോഴൊക്കെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.